അടുത്ത പ്രബന്ധം അവതരിപ്പിക്കുന്നത് സൗരോർജ്ജ ബോട്ടുകളുടെ ലോകശ്രദ്ധ നേടിയ നവാൾട്ട് CEO ശ്രീ നന്ദിത് തണ്ടാശ്ശേരി അവകളാണ്. സാറിനെ സദനം ക്ഷണിക്കുന്നു. എൻ്റെ ഇന്നത്തെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറീൻ ട്രാൻസ്പോർട്ട്, അതായത് ജലഗതാഗതം. ഒന്ന് ഡീസലിൽ നിന്നും ഇലക്ട്രിക്കിലേക്ക് കൊച്ചി മെട്രോ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡീസലിൽ നിന്നും സോളാർ ഇലക്ട്രിക്, അതായത് എത്രയും സോളാർ എന്തോരം ഉപയോഗിക്കാം, അതാണ് നമ്മുടെ എൻ്റെ ഈ സെഷൻ്റെ ഉദ്ദേശം. അപ്പോൾ എൻ്റെ ഈ സെഷനിൽ ഞാൻ കഴിയുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നത് ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും എക്കണോമിക്സ് വർക്ക് ചെയ്തില്ലെങ്കിൽ ടെക്നോളജി മീനിങ്ലെസ് ആണ്. അപ്പോൾ ഒരു സ്കെയിലബിലിറ്റിയും ഒരു ഫോക്കസാണ്. അപ്പോൾ സ്കെയിൽ വരണമെങ്കിൽ എക്കണോമിക്സ് വർക്ക് ചെയ്യണം. സോ ആ എക്കണോമിക്സും ടെക്നോളജിയും ആയിരിക്കും എൻ്റെ സെഷൻ്റെ ഫോക്കസ്. നിങ്ങൾ എത്ര പേര് ഡീസൽ ബോട്ടിൽ കയറിയിട്ടുണ്ട്? ഓക്കെ, ഒരു 30% ആൾക്കാർ കയറിയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തുള്ളതുകൊണ്ടായിരിക്കാം. നേരെ മറിച്ച് ഈ ചോദ്യം ആലപ്പുഴ, കൊച്ചിയിൽ ചോദിച്ചെങ്കിൽ ഒരു 50-60% ആൾക്കാർ കൈപൊക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡീസൽ ബോട്ടിൻ്റെ പ്രശ്നങ്ങൾ അറിയാമോ? ആലപ്പുഴക്കാർ അതാണ് കൈപൊക്കിയല്ലേ? ശരി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡീസൽ ബോട്ട് കയറിയവർക്കും കയറാത്തവർക്കും ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന്. അത് ഈ കോൺഫറൻസിന് വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നോയ്സ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വൈബ്രേഷൻ, സ്മെൽ ഓഫ് ഫ്യൂൽ, ഇതൊക്കെ ഒരു ഇഷ്യൂസാണ്. പക്ഷേ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതല്ല. അവരുടെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീസൽ അടിക്കാനുള്ള കാശ് ടിക്കറ്റിൽ നിന്നും കിട്ടണം. സാധാരണ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇപ്പോൾ നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ട് കയറിയാൽ അത് വളരെ സബ്സിഡൈസ്ഡ് ആണ്. ഗവൺമെൻറ് നടത്തുന്ന വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ 3 കിലോമീറ്റർ യാത്രയ്ക്ക് 4 രൂപയുള്ളൂ. അത് ഒരു സാധനത്തിനും കിട്ടില്ല. അത്രയും സബ്സിഡൈസ്ഡ് ആകുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ അടിക്കാനുള്ള കാശ് കിട്ടില്ല ടിക്കറ്റിൽ നിന്നും. ഇതാണ് ഫണ്ടമെൻ്റൽ ഇഷ്യൂ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. അപ്പോൾ ഇത് മാറണമെങ്കിലാണ്, ഇതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. നേരത്തെ പറഞ്ഞത് ഈ കോൺഫറൻസിൻ്റെ ഇമ്പോർട്ടൻസും കൊണ്ട് നേരത്തെ പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മളിത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് ഡിസൈൻ മാറ്റമാണ്. ഈ ഹെവി ആയ ബോട്ടുകൾ, പണ്ട് ബോട്ടുകളെല്ലാം സ്റ്റീലും വുഡ് ആയിരുന്നു, തടിയായിരുന്നു എന്നറിയാം. ഇന്ന് വരുന്ന എല്ലാ ബോട്ടുകളും ഫൈബർ ഗ്ലാസ്സായി മാറി, കോമ്പോസിറ്റ് ആണ്. ഇപ്പോൾ കൊച്ചി മെട്രോണേ അലുമിനിയമാണ്. അലുമിനിയം ഓർ കോമ്പോസിറ്റ് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വെയിറ്റ് പകുതിയാവുന്നു. ഈ 35 ടൺ 17 ടൺ ആവുന്നു. രണ്ടാമത്തത്, പലപ്പോഴും നമ്മൾ ഈ ബോട്ടിന് അണ്ടർ വാട്ടർ ഷേപ്പ് എന്ന് പറയുന്ന സാധനം, മട്ടം എന്ന് പറയും, അത് ഓപ്റ്റിമൈസ് ചെയ്തെങ്കിൽ ഈ എനർജി റിക്വയർമെൻറ്റ് കുറയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സോളാർ ഇലക്ട്രിക് ചിന്തിക്കുമ്പോൾ എനർജി നീഡ് കുറയ്ക്കാനാണ് ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ 2 സ്റ്റെപ്പ്. അപ്പോൾ എനർജി നീഡ് തന്നെ 1/3 ആയി, 45 കിലോവാട്ട് പവറിൽ നിന്നും 15ലേക്ക് എത്തി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഈ ഷിഫ്റ്റ് ഓഫ് എനർജി സോഴ്സ്. അപ്പോൾ നമ്മൾ ഒരു എൻജിനിൽ നിന്നും കിട്ടുന്ന 1 കിലോവാട്ട്, ഒരു യൂണിറ്റ് എനർജിയുടെ കോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡീസൽ എൻജിനിൽ നിന്ന് കിട്ടുമ്പോൾ ഏകദേശം 35 രൂപയാണ്. നേരെ മറിച്ച് ഇലക്ട്രിസിറ്റി ഓർ മോട്ടറിൽ നിന്ന് കിട്ടുന്നത് സെയിം പവർ, മെക്കാനിക്കൽ പവർ 10 രൂപയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ പ്രൈസ് 100 രൂപയും ഗ്രിഡ് പ്രൈസ് 7 രൂപയാണെങ്കിൽ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഡീസലിൽ നിന്നും ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ 1/3 ആയി കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സോളാറിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ സോളാർ കോൺട്രിബ്യൂഷൻ ഒരു 70% ആയെങ്കിൽ ഈ 10 രൂപ 3 രൂപയാവും. അപ്പോൾ അത് 1/10 ആയി കോസ്റ്റ്. നേരത്തെ പറഞ്ഞ ഡിസൈനിൽ നിന്നും 1/3 ആകുമ്പോൾ 3 സ്റ്റെപ്പ് കൊണ്ട് 1/30 ആയി. അപ്പോൾ നേരത്തെ കാണിച്ച 6000 രൂപ എന്ന് പറഞ്ഞ കോസ്റ്റ് ഡീസൽ റവന്യൂവും 10000 രൂപ ഡീസൽ കോസ്റ്റിൽ നിന്ന് നേരെ 300 രൂപയാവും ഡെയിലി റണ്ണിങ് കോസ്റ്റ്. അപ്പോൾ ക്ലിയർലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓക്കെ അല്ലേ? അപ്പോൾ ഈ സോളാർ ബോട്ടുകൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം പോയി. പക്ഷേ ഇത് മാത്രം മതിയോ? നമുക്കെല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി സോളാർ ഇലക്ട്രിക് ബെറ്ററാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈസ് ഇറ്റ് ചീപ്പർ? ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ക്യാപെക്സ് ഫൈനാൻസ് ചെയ്യുന്ന പല മാർഗ്ഗങ്ങളുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കവർ ചെയ്താൽ ദേ ആർ ഓൾ ഹാപ്പി. പക്ഷേ ഒരു പ്രൈവറ്റ് ഒരാൾ സാധനം വാങ്ങിക്കെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പാണ് പ്രധാനം. നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും ക്യാപെക്സ് ഓപ്പെക്സ് രണ്ടും കൂടെ ഉള്ളതാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റ് ഓർ ടോട്ടൽ കോസ്റ്റ്. ഇത് കുറഞ്ഞെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ
ഇതിൽ ഇപ്പോൾ നമ്മൾ ഡീസൽ ടു ഇലക്ട്രിക് പോകുമ്പോൾ ജസ്റ്റ് ഒരു ഇൻറ്റ്യൂഷന് വേണ്ടി പറയാണ്, റൺ ചെയ്യുന്ന സാധനം എൻജിന് പകരം മോട്ടർ ആവുന്നു, എനർജി കിട്ടുന്ന ഫ്യൂവലിന് പകരം ഇലക്ട്രിസിറ്റി ആവുന്നു. ഈ ക്യാരി ചെയ്യുന്ന ഫ്യൂവൽ ടാങ്കിൻ്റെ പകരമാണ് ഈ ബാറ്ററി. ഈ ഒരു പ്രശ്നമാണ് നമ്മുടെ മൊത്തം എക്കണോമിക്സിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഞാനിനി സ്പീഡും റേഞ്ചിൻ്റെയും ഇത് പറഞ്ഞു തരാം. ഏതൊരു ബോട്ടിനും ഒരു പർപ്പസ് ഉണ്ട്. ഒന്നിൽ ആൾക്കാരെ ഗുഡ്സ് കൊണ്ടുപോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്യുക. ഞാനിപ്പോൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ആൾക്കാരെ കൊണ്ടുപോകുന്ന കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്പീഡ്, എത്ര വേഗതയിൽ പോവും. രണ്ട്, എത്ര ദൂരം, റേഞ്ച്. ഇത് രണ്ടാണ് നമ്മൾ ശരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഡീസലിൽ നിന്ന് ഇലക്ട്രിക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ റേഞ്ച് കൂട്ടിയാൽ ദിവസം 50 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്റർ ആയാൽ എന്താ സംഭവിക്കുന്നത്? ബാറ്ററിയുടെ സൈസ് കൂട്ടിയാൽ മതി. നേരെ മറിച്ച് സ്പീഡ് കൂട്ടണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ബാറ്ററിയും കൂടണം, മോട്ടറും കൂടണം. അപ്പോൾ സ്പീഡ് ആണ് കൂടുതൽ സെൻസിറ്റീവ്. അത് ഞാൻ കുറച്ചുകൂടെ വിശദമായി പറയാം. 6 നോട്ട് സ്പീഡ്, 6 നോട്ട് എന്ന് പറഞ്ഞാൽ 11 കിലോമീറ്റർ. സാധാരണ ഓടുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ബോട്ടുകളെല്ലാം 6 നോട്ട്സ് ആണ്. അത് 12 ആക്കണമെങ്കിൽ, ഡബിൾ ദ സ്പീഡ് ആക്കിയെങ്കിൽ എന്ത് സംഭവിക്കുന്നു? സെയിം റേഞ്ച് 75 കിലോമീറ്റർ റേഞ്ച് 150 ആയാൽ സിമ്പിളായിട്ട് ബാറ്ററി ഡബിൾ ആവുള്ളൂ. നേരെ മറിച്ച് സ്പീഡ് ഡബിൾ ആയ ബാറ്ററി 6 ടൈംസ് ആയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രൂഷ്യൽ റീസൺ. ഫാസ്റ്റ് ബോട്ടുകൾ എന്തുകൊണ്ട് എളുപ്പത്തിന് സോളാർ ഇലക്ട്രിക് എക്കണോമിക്കലല്ല, ടെക്നോളജി അല്ല. ഫാസ്റ്റ് ബോട്ട് വേണമെന്ന് പറഞ്ഞാൽ ചെയ്യാം, പക്ഷേ എക്കണോമിക്കലാവില്ല. സോ ഈ ക്യാപെക്സ് ഓപെക്സ് പറഞ്ഞതേ ഉള്ളൂ. അതിൽ മെയിൻ തിങ് ബാറ്ററിനെ സംബന്ധിച്ച് ഒരു ബാറ്ററി റീപ്ലേസ്മെൻറ്റ് വരും, ഒരു 7 ഇയർ ഓർ 10 ഇയർ. അതും ഫാക്ടർ തന്നെ നമ്മുടെ മൊത്തം കോസ്റ്റ്. ഇപ്പോൾ ഫെറി ബോട്ടുകളുടെ എക്സാമ്പിളാണ് നേരത്തെ കണ്ടത്. ഇതിൽ 3 കാറ്റഗറി ആയി തീരുമാനിക്കാം. ഒന്ന് സ്ലോ സ്പീഡ്, ഇതാണ് മോസ്റ്റ്ലി കേരളത്തിലുള്ള ബോട്ടുകൾ, 8 നോട്ട്സിന് താഴെ. പിന്നെ 8 മുതൽ 15 നോട്ട്. ഇത് 3 ടെക്നോളജിയാണ്. അപ്പോൾ സ്ലോ സ്പീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആദിത്യ ഓടുന്ന, വൈക്കത്ത് ഓടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി കഴിഞ്ഞ 3 ദിവസം മുമ്പ് 3 എണ്ണം കൂടെ അവിടെ ഇനോഗ്രേറ്റ് ചെയ്തു. ആ സ്റ്റേഷൻ കംപ്ലീറ്റ്ലി സോളാർ ഇലക്ട്രിക്കായി. അതിൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പക്ഷേ ഈ ബോട്ട് ഇപ്പോൾ ഓടിയിട്ട് 9 വർഷമായി. നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 lakh പാസഞ്ചേഴ്സും 3 lakh liters ഓഫ് ഡീസൽ. ഇറ്റ്സ് എ വെരി കൺവിൻസ് പ്രോജക്റ്റ്. സോ കേരള ഗവൺമെൻറ് വളരെ ക്ലിയർ ആണ്. സ്ലോ സ്പീഡിന് സോളാർ ഇലക്ട്രിക് തന്നെയാണ്. എക്കണോമിക്സ് 3 ഇയർ പോലും ഇല്ല, ബ്രേക്ക് ഈവൻ. ക്യാപെക്സ് ഒക്കെ ബ്രേക്ക് ഈവൻ ആയി. ഈ 2.8 crore എന്ന് പറഞ്ഞാൽ ബോട്ടിനെക്കാട്ടി സേവിങ്സ് ആയി. ബോട്ട് വാസ് അറൌണ്ട് 1.8 crore. സോ അത് ക്ലിയർ ആണ്. ഇനി മിഡിൽ സ്പീഡാണ്, ഇതാണ് ക്രൂഷ്യൽ. 8 to 15 2 ടെക്നോളജികൾ നമുക്ക് ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്പീഡും ഈ പറഞ്ഞ റേഞ്ചും അനുസരിച്ചിട്ട് ഏത് ടെക്നോളജിയാണെന്ന് വരും. അപ്പോൾ സ്പീഡ് കൂടുമ്പോഴാണ് നേരത്തെ പറഞ്ഞ LTO കെമിസ്ട്രിയൊക്കെ നല്ലതാണ്. ഇപ്പോൾ കൊച്ചി മെട്രോ ഫോർ എക്സാമ്പിൾ ചൂസ് ചെയ്തത് LTO കെമിസ്ട്രിയാണ്. അതിന് ഇപ്പോൾ കൊച്ചി മെട്രോ ഓടുന്നത് 8 knots, അബൌട്ട് 60 to 80 kilometers per day. ആ റേഞ്ചിൽ നമ്മൾ LFP ചെയ്തെങ്കിൽ ബോട്ട് വുഡ് ഹാവ് ബീൻ 1 or 2 crores ചീപ്പർ. ഇന്ന് ഈ LTO കെമിസ്ട്രി ബോട്ട്സ് ആർ അബൌട്ട് 15 to 20 crore. അതൊരു 10 crore-ലെത്തും LFP ആണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 8 knots ആണെങ്കിൽ. വേറസ് ഹൈ സ്പീഡ് ഇതേ ബോട്ട് 10 knots ഓടിക്കുന്നു, 200 കിലോമീറ്റർ ഓടിക്കെങ്കിൽ LTO തന്നെ പോകണം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സിനെ സംബന്ധിച്ച്. മൂന്നാമത്തെ ഫാസ്റ്റർ. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകണം, അപ്പോൾ എന്ത് വേണം? ഇലക്ട്രിക് ആണെങ്കിൽ ഹൈഡ്രോഫോയിൽ തന്നെ വേണം. ഹൈഡ്രോഫോയിലിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സ്പീഡിന് 60% റിഡക്ഷൻ ഇൻ പവർ. അപ്പോൾ ഇത് കുറച്ചുകൂടെ, ഇതിപ്പോൾ എയർപ്ലെയിൻ ടെക്നോളജിയാണ്. എയർഫോയിൽ വിങ്സ് ഉണ്ട്, ഇതിൻ്റെ അടിയിൽ വിങ്സ് ഉണ്ട്. അത് കാരണമാണ് ഈ പൊന്തി വരുന്നത് സ്പീഡ് കൂടുമ്പോൾ. ഇത് ടെക് ഇസ് ഓൾറെഡി തരും. ഇതൊരു 50 year ടെക്നോളജിയാണ്. അപ്പോൾ ഇറ്റ്സ് പ്രൂവൺ ഓൾറെഡി. പക്ഷേ ഇതാണ് കൊച്ചി ട്രിവാൻഡ്രം റൂട്ടിന് അനുയോജ്യമായ പ്രോജക്റ്റ്. ഒരു R&D പ്രോജക്റ്റായി ചെയ്യുന്നുണ്ട്. ഒരു 2 വർഷത്തിനുള്ളിൽ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഞാൻ പറഞ്ഞു, ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് അപ്ലിക്കേഷൻ ടൂറിസം ബോട്ട്. അഗെയിൻ എ പ്രൂവൺ മോഡൽ. ഇത് ഓൾറെഡി അറൌണ്ട് 30 boats ഓപ്പറേറ്റിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ. ദെൻ ഫിഷിംഗ് ബോട്ട്. ഫിഷിംഗ് ബോട്ടിൽ ഡെയിലി മീൻ പിടിക്കാൻ പോകുന്നവർ, അതായത് 40-50 കിലോമീറ്റർ പോകുന്നത്, ഡെയിലി പോയി വരുന്നവർ, ആ ചെറിയ ബോട്ടുകൾ 30 അടി ബോട്ടുകൾ, അതിനെ സോളാർ ഇലക്ട്രിക് ആക്കാൻ പറ്റും. നിലവിൽ ഒരു 5 ബോട്ട് ഓപ്പറേഷനിലാണ്. 6ാമത്തെ ബോട്ട് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് പോകണം. ഇത് എക്കണോമിക്കലാണ്. കുറച്ച് ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ, അതായത് സാധാരണ ബോട്ട് 5 ലക്ഷം, ഫ്യൂവൽ ബിൽ 5 ലക്ഷം, 4 വർഷത്തിനുള്ളിൽ ബ്രേക്ക് ഈവൻ ആവണമെങ്കിൽ ഒരു 20 lakhs സോളാർ ഇലക്ട്രിക് ആണ്. തിങ് ഇസ് സോൾഡ്. അതാണ് ടാർഗറ്റഡ് പ്രോഡക്റ്റ് പ്രൈസിങ്. ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെയർ, ഇപ്പോൾ എറണാകുളത്ത് പോയവർക്കറിയാം, കൊച്ചി പോയവർക്കറിയാം, പൈപ്പിൻ ടു ഫോർട്ട് കൊച്ചി സൈഡ്, ആ സൈഡിൽ ഓടുന്ന ജങ്കാർ ഓർ റോറോ. ഈ റോറോ ക്യാൻ ബി ഇലക്ട്രിക്. അത് അവിടെ പോയാൽ അറിയാം, ഇറ്റ്സ് വെരി നോയ്സി. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം.
ഇതിൻ്റെ 2 ബോട്ട് കേരള ഗവൺമെൻറ് വേണ്ടി ഇപ്പോൾ ഇറ്റ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ. സോ മേ ബി ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ 2 ഓഫ് ദീസ് റോറോ ഫെറീസ് വിൽ കം ഓപ്പറേഷണൽ. ഇതെല്ലാം ടെക്നോളജി പ്രൂവൺ ആയി. ഇനി പ്രൂവ് ചെയ്യാനുള്ള ചില സാധനങ്ങളുണ്ട് എക്കണോമിക്സ് ഒക്കെ. ഒന്ന് ഈ ഫാസ്റ്റ് ബോട്ട്സ്, ഹൈബ്രിഡ് ബോട്ട്സ്, ഇപ്പോൾ പെട്രോൾ വെസൽസ്, നേവീര. ഈ ലെഫ്റ്റിൽ കാണുന്ന ബോട്ട് ഒരു ജൂൺ മാസത്തിൽ ട്രയൽസിലേക്ക് പോകാൻ പോകണമാണ്. ഇതിപ്പോൾ ഇറ്റ്സ് എ റെൻറ്റഡ് ഇമേജ്, ബട്ട് ജൂണിൽ നേവിക്ക് വേണ്ടിയുള്ള ബോട്ടാണ്. ഇറ്റ്സ് എ ഫാസ്റ്റ് ഇലക്ട്രിക് ബോട്ട്. ദെൻ ദർ ആർ ബോട്ട്സ് ലൈക്ക് ആംഫിബിയസ് ബോട്ടും ASV, ഇങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് ചില റേഞ്ചിൽ എക്കണോമിക്കലാണ്, വെരി ലോങ് റേഞ്ചിന് എക്കണോമിക്കൽ അല്ല. ദെൻ അൾട്ടിമേറ്റ്ലി ഗ്രീൻ ടെക്, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യുന്ന ഏക പോളിസി സപ്പോർട്ടാണ് ഫോർ ഇലക്ട്രിഫിക്കേഷൻ ഓൺ ബോട്ട്സ്. ഈ ഗ്രീൻ ടെക് പോളിസി സപ്പോർട്ട് ഇത് മാൻഡേറ്റ് ചെയ്ത് വരികയാണ്. 50% ഓഫ് ടക്സ് ഹാസ് ടു ബി ഗ്രീൻ ബൈ 2035 എന്ന് പറഞ്ഞു. ഇത് കാരണം കുറേ ഗ്രീൻ ടെക് ഇന്ത്യയിൽ വരുന്നു. അല്ലെങ്കിൽ പ്യുവർലി എക്കണോമിക്കൽ അല്ല ഈ അപ്ലിക്കേഷൻ, പക്ഷേ ആ ഒരു ഇനീഷ്യൽ ഹാൻഡ് ഹോൾഡിങ് ഗവൺമെൻറ് ചെയ്യുന്നതുകൊണ്ട് ഇത് വരും. പ്ലസ് കാർഗോ വെസൽസ് ആർ കമ്മിങ് അപ്പ്. ഇതിപ്പോൾ ഒരു ഡിസൈൻ സ്റ്റേജിലായിട്ടുള്ളൂ. അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ വലിയ കാർഗോ ഷിപ്പ്. ഇത് ഗ്രീൻ ആവാണ്ട്, ഇലക്ട്രിക് ആവാണ്ട് നമ്മൾ ഈ പറഞ്ഞെല്ലാം വലിയ കോൺട്രിബ്യൂട്ടേഴ്സ് അല്ല. ലോകത്തിലെ 90% കാർഗോ ക്യാരി ചെയ്യുന്ന കപ്പലാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിൽ തന്നെ 90% എമിഷനും ഈ വലിയ ഷിപ്പാണ്. ഇത് പക്ഷേ ഇലക്ട്രിഫിക്കേഷൻ നടക്കണം ഇനിയൊരു 10 വർഷമെങ്കിലും എടുക്കും. ഈ ടെക്നോളജി ഒന്നും ഇപ്പോഴും സെറ്റപ്പ് ആയിട്ടില്ല. അതായത് മെയിൻലി വരുന്നത് ഫ്യൂവൽ സെല്ലിൻ്റെ എക്കണോമിക്സ് ആണ് ഇപ്പോഴും സോൾവ് ആവാത്തത്. പ്ലസ് വിൻഡിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ മെറീൻ ഇലക്ട്രിഫിക്കേഷനാണ് നമ്മുടെ ഫോക്കസ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 80 ബോട്ട്സ് ഓൾ ഓവർ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കാനഡ, ഇസ്രായേൽ, മാൽഡീവ്സ്, സെഷ്യൽസ്. ഇന്ത്യയിൽ ഒരു 11 സംസ്ഥാനങ്ങളിൽ ഓൾറെഡി ബോട്ട് ഈസ് ഓപ്പറേഷണൽ. So this is our aim, to completely electrify marine transport so that we can have a cleaner and quieter oceans. Thank you. സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞ 3 ഓൾറെഡി ആദ്യത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത 3 ബോട്ടും കൂടെ ഉദ്ഘാടനം ചെയ്താണ് ജസ്റ്റ് 3 days ബാക്ക്. അതിൻ്റെ ഒരു വീഡിയോ ആണ്. ദീസ് ആർ ദ ബോട്ട്സ്, ഫെറി ബോട്ട്സ്. അത് നമ്മുടെ യാർഡാണ്.